നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിന്റെ ബന്ധുവായ യുവാവിനെതിരെ അടക്കം ആരോപണവുമായി കുടുംബം രംഗത്തെത്തുകയാണ്. വെഞ്ഞാറമൂട് മുക്കന്നൂർ സ്വദേശി പ്രവീണ എന്ന യുവതിയെ ആത്മഹത്യ ചെയ്ത നിലയിലാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. ഇതിനെ തുടർന്നാണ് പുതിയ തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ കുടുംബം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അയൽപക്കത്തെ കണ്ണൻ എന്ന് വിളിക്കുന്ന അശ്വിൻ ദിവസങ്ങൾക്ക് മുൻപ് സഹോദരിയുടെ ഫോണിലേക്ക് അശ്ലീല സന്ദേശം അയച്ചിരുന്നുവെന്നും ഇതേ തുടർന്ന് തുടങ്ങിയതാണ് പ്രശ്നമെന്നും പ്രവീണയുടെ സഹോദരൻ പ്രവീൺ പറയുകയാണ്. ഒപ്പം ആദ്യം വാട്സപ്പിലായിരുന്നു സന്ദേശം അയച്ചിരുന്നത്. പ്രദേശത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് നമ്പർ എടുത്തത്. പിന്നീട് മെസ്സേജ് അയക്കുകയായിരുന്നു. ഇതിനെ പ്രതികരിക്കാതിരിക്കുകയും വാട്സപ്പിൽ ഇയാളെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ ഭർത്താവിന്റെ ബന്ധുവായ അഖിൽ എന്ന യുവാവുമായി ചേർന്ന അശ്വിൻ അപവാദ പ്രചരണം നടത്തുകയായിരുന്നുവെന്നും പ്രവീൺ പറയുകയാണ്. സഹോദരിയെ പല സ്ഥലത്തു വെച്ചും കണ്ടുവെന്നും മറ്റൊരാളുമായി കാറിൽ പോകുമ്പോൾ താൻ കണ്ടതോടെ കാറിനുള്ളിൽ ഒളിച്ചിരുന്നുവെന്നും ഒക്കെ പ്രചരിപ്പിക്കുകയുണ്ടായി. ഇത് അശ്വിൻ അഖിലിനോട് പറയുകയും അഖിൽ ഭർത്താവിന്റെ സഹോദരിയോടക്കം പറഞ്ഞ് അപവാദ പ്രചരണം നടത്തുകയും ഉണ്ടായി എന്ന ആക്ഷേപമാണ് ഉയർന്നത്. ഇക്കാര്യം തങ്ങളോട് പ്രവീണ പറഞ്ഞിരുന്നുവെന്നും പ്രവീൺ പറയുകയാണ്. ഇത് സംബന്ധിച്ച് പോലീസിലും പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് കൃത്യമായി അന്വേഷിക്കാൻ തയ്യാറായില്ല. പരാതി കൊടുത്ത മൂന്നാമത്തെ ദിവസമാണ് മൊഴിയെടുക്കാൻ പോലീസും വിളിപ്പിച്ചത്. ഇതോടെ സഹോദരി മാനസികമായി തളർന്നതായും സഹോദരൻ പറയുകയാണ്. സഹോദരിയുടെ ഭർത്താവിന്റെ ബന്ധുവാണ് അഖിൽ. വീട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും എത്തുന്ന ആളുകൂടിയായിരുന്നു. സ്വന്തം അനിയനെ പോലെയാണ് അവനെ പെങ്ങൾ കണ്ടിരുന്നത് എന്നും പ്രവീൺ പറയുകയാണ്. തിങ്കളാഴ്ച രാവിലെയാണ് വെഞ്ഞാറമൂട്ടിൽ യുവതിയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അപവാദത്തിൽ മനം നൊന്താണ് ആത്മഹത്യ എന്നും സമീപത്തുള്ള യുവാവ് പ്രവീണയെ ശല്യപ്പെടുത്തിയിരുന്നു എന്ന വിവരമാണ് പോലീസിനെ അറിയിച്ചിട്ടുള്ളത്. പക്ഷെ പോലീസിനെ അറിയിച്ചിട്ടും യാതൊരുവിധ തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചില്ല. അതിലൊരു മന്ദഗതി ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളും പറയുന്നു. ഭർത്താവ് വിദേശത്തായിരുന്നതിനാൽ തന്നെ പ്രവീണയ്ക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായി എന്നും ഇതിന് പിന്നിൽ ചില നാട്ടുകാരും കുടുംബക്കാരും ആണെന്നും പ്രവീണ ആരോപിച്ചിരുന്നു. നാട്ടുകാരുടെയും ഭർത്തൃവീട്ടുകാരുടെയും അപവാദങ്ങളിൽ കുറച്ച് ദിവസങ്ങളായി തുടങ്ങിയിട്ടുണ്ടെന്നും അതിൽ മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും പറയുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ബൈക്കിലെത്തിയ അജ്ഞാതൻ പ്രവീണയുടെ വാഹനം ഇടിച്ചിട്ടു. അപകടത്തിൽ സഹോദരിക്ക് പരിക്കേൽക്കുകയും ഉണ്ടായി. ഇക്കാരണങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി പോലീസിനെ സമീപിച്ചുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല എന്നും ആ സഹോദരൻ പറയുകയാണ്. എന്നാൽ മരിച്ച വിവരം മാത്രമാണ് അറിഞ്ഞത് എന്നും വീട്ടുകാർ ഇതിനു മുൻപ് പരാതിയൊന്നും നൽകിയിട്ടില്ല എന്നും വെഞ്ഞാറമൂട് പോലീസ് പറയുന്നു.